രാത്രിതൻ നനവൂയലിൽ കന്യാസുതൻ ഇമച്ചിമ്മിയോ തൂവെണ്ണിലാവീതിയിൽ ഇസ്രായേലിൻ ജീവനെ കൺപാർത്തുരാത്തിങ്കയോ സ്വർഗീയമാലാഖയോ യോഹന്നാൻ സ്നാപകൻ അരുളുന്നപ്പോൾ വന്നേ ഈശോനാഥൻ നസറേത്തിൻ തെരുവോരത്തിരിനാളമായി നിന്നെ ഇമ്മാനുവേൽ. പ്രിയമുള്ളവരെ, ലാഡോസിനായ ലിറ്റിൽ ഫ്ലവർ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനത്തിന്റെയും സന്തോഷത്തിന്റെയും ദിവസമാണ്. ഉണ്ണീശോയുടെ പിറവിക്കായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നോമ്പെടുത്ത് ഉപവസിച്ച് ഒരുക്കത്തോടെ ഉണ്ണീശോയെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന നമുക്ക് ഇരട്ടി സന്തോഷം വരുന്നതാണ്. നമ്മുടെ പിതാവും നമ്മുടെ രൂപതയുടെ അഭിവന്ദ്യ മെത്രാപ്പോലീത്ത കുര്യാക്കോസ് ഭരണികുളങ്ങര പിതാവ് ഇന്നത്തെ ഈ തിരുക്കർമ്മങ്ങളിൽ നമ്മോടൊപ്പം പങ്കെടുത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മുടെ ഇടവകയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ വിശ്വാസ സമൂഹം മുഴുവനെയും അനുഗ്രഹിക്കുവാനായി അഭിവന്ദ്യ പിതാവ് ഇന്ന് നമ്മോടൊപ്പമുണ്ട്. അഭിവന്ദ്യ പിതാവിനെ നമുക്ക് കയ്യടിയോടുകൂടി നമ്മുടെ ഇടവ കൂട്ടായ്മയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പിതാവിനെ ഹൃദയം തന്നെ സ്വാഗതം. നമുക്ക് ആദ്യമായി നമ്മുടെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ക്രിസ്മസിന്റെ സന്തോഷം അഭിവന്ദ്യ പിതാവിന് വിഷ് ചെയ്തുകൊണ്ടും നമ്മുടെ ഇടവക സമൂഹത്തിന്റെ യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ള കരോൾ ഗാന മത്സരത്തില് ഒന്നാം സമ്മാനത്തിന് അർഹരായ യൂണിറ്റ് 8 അംഗങ്ങൾ ഇപ്പോൾ ക്രിസ്മസിന്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ക്രിസ്മസ് കരോൾ ഗാനം ആലപിക്കുകയാണ്. തുടർന്ന് നമ്മൾ പിറവിയുടെ തിരുക്കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. Thank you.
പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നാം പറഞ്ഞതുപോലെ ലാഡോസ്ദാ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷത്തിന്റെ ദിവസമാണ്. ഫരീദാബാദ് രൂപത അതിരൂപതയായി ഉയർത്തപ്പെട്ടതിന് ശേഷമുള്ള ആദ്യത്തെ ക്രിസ്മസ്. അഭിമന്യ പിതാവ് ഫരീദാബാദ് രൂപത അതിരൂപതയായി ഉയർത്തപ്പെട്ടതിന് ശേഷം ഏറ്റവും വലിയ ഒരു പബ്ലിക് ഇവന്റിനായിട്ട് നമ്മുടെ ഇടവകയിലേക്ക് വരാൻ വലിയ കാര്യത്തോടെ മനസ്സ് കാണിച്ചു. നമുക്ക് ഒന്നു ചെയ്യുന്ന പിതാവിന് ഏറെ സ്നേഹത്തോടെ പറയാം. പിതാവിന്റെ ഈ വലിയ മനസ്സിനെ നമ്മുടെ ഇടവകൂട്ടായിട്ടുള്ള ഈ കുടുംബത്തോടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളുടെ സമയത്തും പിതാവിന്റെ ഈ വലിയ കാര്യത്തിന് പ്രത്യേകമായ നമ്മുടെ കൂട്ടായ്മയുടെ പേരിൽ നന്ദി പറഞ്ഞ പിതാവിനെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ബലിയിൽ നമുക്ക് ഏറെ സന്തോഷം നൽകുന്ന നമ്മുടെ ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇടവകയുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഒരുപാട് കടപ്പെട്ടിരിക്കുന്ന രണ്ട് കുടുംബങ്ങൾ കൂടി നമ്മോടൊപ്പമുണ്ട്. ഏറെ സ്നേഹത്തോടെ ഇന്ന് അഭിമന്യ പിതാവിനെയും പ്രത്യേകമായി ജോർജ് സാറ് നമുക്കറിയാം, നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളുടെ സമയത്തും നമുക്ക് നിയമസഹായമായും നമ്മുടെ ഈ സ്ഥലവും ഇതിന്റെ അവകാശങ്ങളും നമുക്ക് സംരക്ഷിച്ചു കിട്ടുന്നതിനായി ഏറ്റവും മുൻപിൽ നിന്ന് അഭിമന്യ പിതാവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അഭിമന്യ പിതാവിനോട് ചേർന്ന് ഏറ്റവും നമുക്ക് വേണ്ടി നിയമ പോരാട്ടം നടത്തി നമ്മുടെ ഈ മണ്ണിനെ സംരക്ഷിക്കുവാൻ, ഇവിടെ ഒരു ദേവാലയം പണിയണമെന്ന ആഗ്രഹത്തോടെ ഒരുപാട് അധ്വാനിക്കുന്ന പ്രിയപ്പെട്ട ജോർജ് സാറും കുടുംബവും ഇന്ന് നമ്മോടൊപ്പമുണ്ട്. അവരെ പ്രത്യേകമായി ഈ ബലിയിൽ ഇന്ന് പിതാവ് അനുസ്മരിച്ച് നന്ദിയോടെ ഓർക്കുന്നു. ഒപ്പം ഏറ്റവും വലിയ ഉദാരതയുടെ അടയാളമായി നമുക്ക് ഈ മണ്ണ് സമ്മാനമായി നൽകിയ പ്രിയപ്പെട്ട ഫിലിപ്പോസിയേട്ടനും റോസമ്മ ചേച്ചിയും നമ്മോടൊപ്പമുണ്ട്. ഈ ക്രിസ്മസിന്റെ സന്തോഷത്തില് നമുക്ക് ഏറെ സന്തോഷമുണ്ട്. ഈ രണ്ട് കുടുംബങ്ങളെയും ഇന്ന് ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിൽ പ്രിയപ്പെട്ട ഫിലിപ്പോസിയേട്ടനെയും റോസമ്മ ചേച്ചിയും ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ഈ ബലിയിലേക്ക് സ്വാഗതം ചെയ്യുകയും ഈ അൾത്താരയിൽ അവരുടെ നിയോഗങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഇടവ കൂട്ടായ്മയെ മുഴുവൻ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അഭിമന്യ പിതാവ് ബലിയർപ്പിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടയനോട് ഒത്തുചേർന്ന് നമുക്ക് ഇവിടെ ഒരു ദേവാലയം ഉണ്ടാകണമെന്ന വലിയ സ്വപ്നം, അത് പിതാവിന്റെയും ഏറ്റവും വലിയ ആഗ്രഹമാണ്. നമുക്ക് ഏറ്റവും മനോഹരമായ ഒരു ദേവാലയം ഉണ്ടാകണമേ എന്ന പ്രാർത്ഥന ഇന്ന് ഈ ക്രിസ്മസ് രാവിൽ നമുക്ക് ഉണ്ണീശോയുടെ കരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കാം. ഏറെ ഭക്തിയോടെ നമുക്ക് ബലിയർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ മമ രാജാവേ, പാദം പുകഴുന്നു ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാനനവരതം. കവർച്ച വസ്തു പങ്കുവയ്ക്കുമ്പോൾ ആനന്ദിക്കുന്നവരെ പോലും അവരുടെ മുമ്പിൽ ആഹ്ലാദിക്കുന്നു. എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മരണീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്തിലും അവന്റെ ആധിപത്യം നിസീമമാണ്. അവന്റെ സമാധാനം അനന്തവും, നീതിയിലും ധർമ്മത്തിലും എന്നേക്കും അത് സ്ഥാപിച്ചു പരിപാലിക്കുവാൻ തന്നെ സൈന്യങ്ങളുടെ കർത്താവിന്റെ തീക്ഷ്ണത അത് നിറവേറ്റും. എൻ്റെ സഹോദരി മുജാഹിയുടെ പുസ്തകത്തിലുള്ള വായന അധ്യായം 4:1 മുതലുള്ള തിരുവചനങ്ങൾ കർത്താവേ ദൈവം അനുഗ്രഹിക്കട്ടെ. അന്തിമ നാളുകളിൽ കർത്താവിന്റെ ആലയം സ്ഥിതി ചെയ്യുന്ന മല ഗിരിശൃംഗങ്ങൾക്ക് മുകളിൽ സ്ഥാപിക്കപ്പെടും, കുന്നുകൾക്ക് മുകളിൽ ഉയർത്തപ്പെടും.
ജനതകൾ അവിടത്തേക്ക് പ്രവഹിക്കും. വരുവിൻ, നമുക്ക് കർത്താവിന്റെ ഗിരിയിലേക്ക്, യാക്കോബിലെ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പോകാം. ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുജനനത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ. ല്ലോ വാണവിധാനങ്ങൾ ഉൾഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുജനനത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ. നിത്യപിതാവും സുഗന്ധുവാക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുജനനത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ. കർത്താവിൻ തിരുജനനത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ. സഹോദരനെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 3 വാക്യങ്ങൾ 15 മുതൽ. സഹോദരനെ, മനുഷ്യ സാധാരണമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരുവന്റെ ഉടമ്പടി ഒരിക്കൽ സ്ഥിരീകരിച്ചതിന് ശേഷം ആരും അത് അസാധുവാക്കുകയോ അതിനെന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ചെയ്യാറില്ല. വാഗ്ദാനങ്ങൾ ലഭിച്ചത് അബ്രാഹത്തിനും അവന്റെ സന്തതിക്കുമാണ്. പലരെ ഉദ്ദേശിച്ച് സന്തതികൾക്ക് എന്ന് അതിൽ പറഞ്ഞിട്ടില്ല. പ്രത്യുത ഒരുവനെ ഉദ്ദേശിച്ച് നിന്റെ സന്തതിക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ്. ഞാൻ പറയുന്നത് ഇതാണ്: 430 വർഷങ്ങൾക്ക് ശേഷം നിലവിൽ വന്ന നിയമം ദൈവം പണ്ട് തന്നെ സ്ഥിരീകരിച്ച ഉടമ്പടിയെ, വാഗ്ദാനത്തെ നീക്കിക്കളയത്തക്ക വിധം അസാധുവാക്കുകയില്ല. പാതനുമതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദി മുതൽക്കേ നിത്യവുമായി ഭവിച്ചിടട്ടെ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 2 വാക്യങ്ങൾ 1 മുതൽ 10 വരെ. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേരെഴുതി ചേർക്കപ്പെടണം എന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. ക്വിരീനിയോസ് സിറിയയിൽ ദേശാധിപതിയായിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു. പേരെഴുതിക്കുന്നതിനായി ഓരോരുത്തരും താന്താങ്ങളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കുന്നതിനായി ഗലീലിയായിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടു കൂടെ പോയി. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു. അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു.
അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നമ്മൾ ഉണ്ണീശോയെ വഹിച്ചുകൊണ്ട് പ്രദക്ഷിണമായിട്ട് പുറത്തേക്ക് പോവുകയാണ്. എല്ലാവരും പള്ളിക്ക് പുറത്തേക്ക് ഇറങ്ങുക. നമ്മൾ ഏറ്റവും മുൻപോട്ടായി കുരിശ്, അതിന് രണ്ട് തിരികാലികള്, അതിന് തൊട്ട് പുറകെ രണ്ട് വഴിയായി നമ്മൾ എല്ലാവരും ചേർന്ന് എല്ലാവരും പള്ളിയിലേക്ക് വേഗം ഇറങ്ങുക. എല്ലാവരും ഇറങ്ങി നിൽക്കുക. അതിനുശേഷം തിരികൾ കത്തിച്ച് പിടിച്ച് ഏറ്റവും അവസാനമായി ഉണ്ണീശോയുടെ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ട് അവന്റെ പിതാവ് പ്രദർശനത്തിൽ പങ്കുചേരുന്നു. നമുക്ക് എല്ലാവർക്കും തിരികളോ പുറത്തിറങ്ങിയിട്ട് തിരികൾ കത്തിക്കുക. നിങ്ങൾ എല്ലാവരും പുറത്തിരിക്കുന്നവർ ആദ്യം എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങുക. ബാക്കിയുള്ളവർക്ക് വഴി കൊടുക്കാനായിട്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുക. മംഗളഗാനം പാടിടുവി, മംഗളഗാനം പാടിടുവി.
വന്ദനമരുളാൻ വന്നിടുവി ബ്രഹ്മണമോദമലിഞ്ഞൊഴുകും മംഗളഗാനം പാടിടുവി മംഗളഗാനം പാടിടുവി
കൊണ്ടു ദൈവകുമാരനെ
ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഡിയർ ബ്രദർ, ഈ ഇടവകയിലെ പ്രിയ സഹോദരി സഹോദരന്മാരെ, വത്സല കുട്ടികളെ, നിങ്ങൾക്കൊക്കെ സുഖമാണോ? എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളാശംസകളും ഉണ്ണീശോയുടെ ധാരാളമായ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആരംഭത്തിൽ തന്നെ ആശംസിക്കുകയാണ്. ഹാപ്പി ക്രിസ്മസ്. കുട്ടികൾക്കൊരു ഉഷാറില്ലല്ലോ, കുട്ടികളൊന്ന് ഉറക്കെ പറഞ്ഞേ ഹാപ്പി ക്രിസ്മസ്. ഞാൻ ലാഡുസാറായിൽ വന്നിട്ട് കുറച്ച് നാളുകളായി. പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്കറിയാം. Really, I missed very much this active community. ഇത്രയും സജീവമായിട്ട് ഇന്ന് തന്നെ കുർബാനയിൽ പങ്കുകൊള്ളുമ്പോൾ നമുക്കറിയാം. എല്ലാവരും വളരെ സജീവമായിട്ട് കുർബാനയിൽ പങ്കെടുക്കുകയും പാട്ടുകൾ പാടുകയും ഒക്കെ ചെയ്യുന്നത് വളരെ സന്തോഷകരമായിട്ടൊരു സംഗതിയാണ്. Also I missed the choir. ലാഡുസാറായിലെ കൊയറ് രൂപതാതലത്തിൽ വളരെ അംഗീകാരം നേടിയിട്ടുള്ള കൊയറാണ്. മനോഹരമായിട്ട് ഒരുങ്ങി പാടുന്ന ഒരു രീതി പണിതു തുടങ്ങി ലാഡുസാറായിലുണ്ടായി. അതുപോലെ എല്ലാ കാര്യങ്ങളും തേങ്ങുന്ന മനസ്സോടെ അവർ പടിയിറങ്ങുമ്പോൾ അവർക്കൊരു പ്രതീക്ഷ നൽകാനായിട്ട് പിതാവായ ദൈവം തയ്യാറായി. നിങ്ങൾക്ക് ഞാൻ വലിയ ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്നു. ആ രക്ഷകൻ നിങ്ങളെ തകർത്താൻ, നിങ്ങളെ പാപത്തിലേക്ക് നയിച്ച സർപ്പത്തിന്റെ തല തകർക്കും. പക്ഷെ അവരുടെ ജീവിതകാലത്ത് ആ രക്ഷകൻ ജനിച്ചില്ല. അതിനുശേഷം വന്ന പ്രവാചകന്മാരും പിതാക്കന്മാരുമെല്ലാം അതാത് കാലത്ത് പ്രതീക്ഷയറ്റ ജനതയ്ക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ചരിത്രമാണ് പഴയ നിയമ കാലഘട്ടത്തിൽ നമ്മൾ കാണുക. ഇരുളിൽ കഴിഞ്ഞ ജനത വലിയ പ്രകാശം കാണുമെന്നും ആ പ്രകാശത്തിന്റെ പാതയിലേക്ക് നിങ്ങൾ ഓരോരുത്തരും കടന്നു വരണമെന്നും സമയബന്ധിതമായിട്ട് കാലാകാലങ്ങളിലെ ഈ പ്രവാചകന്മാര് പഴയ നിയമ ജനതയ്ക്ക് പ്രതീക്ഷ നൽകി. പഴയ നിയമം കഴിഞ്ഞു. ഈശോയുടെ ജനനത്തോടുകൂടി പുതിയ ജന്മത്തിന് തുടക്കം കുറിച്ചു. ഈ ഈശോയുടെ ജനനം മനുഷ്യാവതാരം എന്നാണ് നമ്മൾ പറയുക. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ പറയുന്നു, നമ്മൾ വായിക്കുന്നുണ്ട്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ആ വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ വചനമാണ് ഭൂമിയിലെ മനുഷ്യനായിട്ട് മാംസം ധരിച്ചത്. അതിനെയാണ് നമ്മൾ ദ മിസ്റ്ററി ഓഫ് ഇൻകാർണേഷൻ, മനുഷ്യ അവതാരത്തിന്റെ മഹാരഹസ്യം എന്ന് പറയുക. ദൈവപുത്രൻ മനുഷ്യനായിട്ട് ഒരു സ്ത്രീയിലൂടെ ജനിച്ചെങ്കില് അതുവഴി നമുക്ക് മാനവികതയ്ക്ക്, മനുഷ്യ കുലത്തിന് ഒരു പുതിയ രൂപവും ഭാവവും കൈവരികയായിരുന്നു. പാപത്തിന്റെ നിഴലിൽ നിന്ന് നന്മയുടെ, പുണ്യപ്രവൃത്തിയുടെ പ്രകാശത്തിലേക്ക് നമ്മെ നയിക്കുന്ന രഹസ്യമാണ് മനുഷ്യാവതാരത്തിൻ്റെത്. ഇൻകാർണേഷൻ. ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചു. ഈ മനുഷ്യാവതാരത്തിന്റെ അവസരത്തില് മാലാഖമാര് പാടിയ ഗാനമാണ് നമ്മളിപ്പോ കേട്ടത്.
അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഇങ്ങനെ തലമുറകളുടെ പ്രതീക്ഷകളുടെ പൂർത്തീകരണമായിട്ട് ജനിച്ച ഈ ഈശോയുടെ ദൈവിക സാന്നിധ്യത്തിന്, അത്യുന്നതനായ ദൈവത്തിന് സ്തുതി അർപ്പിക്കുക എന്നുള്ളതാണ് ക്രിസ്മസ് അവസരത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ സന്ദേശം. അതിനുശേഷം ഈ സന്ദേശത്തിന് പറയുക, സന്മനസ്സുള്ളവർക്ക് സമാധാനം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഈശോ നമുക്ക് നൽകിയ സമാധാനം ഇരു കൈകളോടുകൂടി നിറമനസ്സായിട്ട് സ്വീകരിക്കുവാനും ആ സമാധാനം ജീവിക്കുവാനും നമുക്ക് സാധിക്കണം. നമുക്കറിയാം പല രീതിയിലുള്ള സമാധാനമുണ്ട്. ഇന്ന് ലോകത്തില് ഈ സമാധാനം വിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇഫ് യു ഹാവ് എ ക്രെഡിറ്റ് കാർഡ് ആൻഡ് യു ഹാവ് എ നെറ്റ് കണക്ഷൻ, യു ക്യാൻ ഗെറ്റ് പെയ്ഡ് പീസ്. നമുക്ക് സമാധാനം തരുന്ന സംഗീതമുണ്ട്, നമുക്ക് സമാധാനം തരുന്ന ചില പ്രതീകങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് വില കൊടുത്ത് മേടിക്കാം. വേറെ രീതിയിലുള്ള സമാധാനം ഈസ് എ നെഗോസിയേറ്റഡ് പീസ്. അങ്ങോട്ടും ഇങ്ങോട്ടും വാദവും പ്രതിവാദവും ഒക്കെ ആയിട്ട് പ്രതിവാദങ്ങളിലൂടെ സംവാദങ്ങളിലൂടെ സമാധാനം നമുക്ക് കൈവരിക്കാനായിട്ട് സാധിക്കും. ഞാൻ 5 വർഷം ചെയ്ത ആളാണ് ബൈ പ്രൊഫഷൻ. ഐക്യരാഷ്ട്രസഭയില് ജോലി ചെയ്യുന്ന അവസരത്തില് ഞങ്ങളുടെ മുഖ്യ ഡ്യൂട്ടി അതായിരുന്നു. പല രാജ്യങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകള് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് റെസൊല്യൂഷൻസിലേക്ക് കൊണ്ടുവന്നിട്ട് ജനറൽ അസംബ്ലിയിൽ റെസൊല്യൂഷൻ പാസ്സാക്കി സമാധാനം സ്ഥാപിച്ചെടുക്കുക. ഇങ്ങനെയുള്ള സമാധാനമല്ല ഈശോയുടെ ജനനത്തിലൂടെ കൈവരിക്കാനായിട്ട് അവസരമൊരുക്കിയത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ ഈശോ പറയുന്നുണ്ട്, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. ലോകം തരുന്നത് പോലുള്ള സമാധാനമല്ല ഇത്. ഈശോ നമുക്ക് നൽകുന്ന സമാധാനത്തിന്റെ സ്വഭാവ വിശേഷങ്ങള്, ഒന്നാമത്തേത് അത് സ്ഥായിയായ സമാധാനമാണ്, നിലനിൽക്കുന്ന സമാധാനം, സസ്റ്റൈനബിൾ പീസ്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ സമാധാനം വില കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈശോയുമായിട്ടുള്ള വ്യക്തിബന്ധത്തില്, ദേവാലയത്തിൽ സന്നിഹിതനായിരിക്കുന്ന ഈശോയുടെ സാന്നിധ്യത്തില് ഈ സമാധാനം കൈവരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ക്രിസ്മസിന് ഈശോ നമുക്ക് നൽകുന്ന മൂന്നാമത്തെ സന്ദേശം, ആർക്കാണ് ഈ സമാധാനം അനുഭവിക്കാൻ സാധിക്കുന്നത്? സുമനസ്സുകൾക്കാണ്, സന്മനസ്സുള്ളവർക്ക് സമാധാനം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മനസ്സിന്റെ നന്മയുണ്ടെങ്കിൽ മനസ്സിലെ സന്തോഷമുണ്ടാകും, സമാധാനമുണ്ടാകും. നമ്മളെല്ലാ ദിവസവും പ്രാർത്ഥിക്കേണ്ടത് അതാണ്. ഞങ്ങളുടെയൊക്കെ നാട്ടിലെ കുടുംബ പ്രാർത്ഥനയിലുള്ള ഒരു ഭാഗം ഇതാണ്. അപ്പനും അമ്മയും പ്രാർത്ഥിക്കും, തമ്പുരാനെ എനിക്ക് മനസ്സമാധാനവും കുടുംബ സമാധാനവും നൽകണമേ എന്ന്. ഈശോ മനുഷ്യനായിട്ട് അവതരിച്ചത് നമുക്ക് ഓരോരുത്തർക്കും മനസ്സമാധാനവും കുടുംബ സമാധാനവും നൽകുവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കേണ്ടതും ഇതാണ്. വ്യക്തിപരമായിട്ട് ഒരാൾക്ക് സമാധാനം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, സമാധാനത്തിന്റെ സംവാഹകരായിട്ട് മാറാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഈ സമാധാനത്തിന്റെ സാക്ഷികളായിട്ട് സമൂഹത്തിൽ വർത്തിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ആ മനസ്സിൽ സന്തോഷമുണ്ടാകും. ഈ സന്തോഷമാണ് യഥാർത്ഥത്തിൽ മറ്റുള്ളവരിലേക്ക്, സമൂഹത്തിലേക്ക്, ഇടവകയിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഇന്ന് എപ്പോഴും പറയുന്നൊരു വാക്കാണ് വെൽനെസ്. വെൽനെസ്സിന് വേണ്ടി പോകുന്ന ആൾക്കാരുണ്ട്, സുഖചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. ഈ സുഖചികിത്സയ്ക്ക് പോകുന്നതും വെൽനെസ്സിന് പോകുന്നതും ശരീരത്തിന് മാത്രമല്ല, മനസ്സിനും സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. മനസ്സിന് സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും ശരീരത്തിൻ്റെ ആരോഗ്യത്തിന്, സന്തോഷത്തിന് തയ്യാറാകുക. ഇതാണ് യഥാർത്ഥത്തിലുള്ള സന്മനസ്സിലൂടെ സമാധാനം ഉണ്ടാകുമെന്ന് ഈശോ പറയുക. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നത്
ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇതിൽ ഒന്നാമത്തെ ഭാഗത്തിന് നമ്മളൊക്കെ വളരെ മിടുക്കന്മാരാണ്. പള്ളിയിൽ പോവുക, കുർബാന കാണുക, തമ്പുരാന് സ്തുതിയും പോഴ്ചയും കൊടുക്കുക, അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി ഉണ്ടാകട്ടെ. രണ്ടാം ഭാഗം മനുഷ്യർക്ക് സന്തോഷവും സമാധാനം കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ അല്പം പുറകോട്ടാണ്. പക്ഷേ ദൈവസ്തുതികളെ പൂർണ്ണമാകണമെങ്കിൽ മനുഷ്യന് സന്തോഷവും സമാധാനം കൊടുക്കാനായിട്ട് നമുക്ക് പറ്റണം. ഈ ഷെയറിങ് ഓഫ് പീസ് നമ്മൾ ആരംഭിക്കേണ്ടത് ആദ്യം നമ്മുടെ കുടുംബത്തിലാണ്. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് പറയാറുണ്ട്. ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ഈ സന്തോഷം നെഗോസിയേഷൻ അല്ലാതെ പരസ്പരം മനസ്സിലാക്കി പങ്കുവയ്ക്കാനായിട്ട് അനുഭവിക്കാനായിട്ട് സാധിച്ചാൽ അവിടെ മക്കൾക്ക് അത് കിട്ടും. ഇപ്പൊ കുടുംബത്തിലാണ് നമ്മുടെ തമ്പുരാൻ നമുക്ക് നൽകിയ ഈ നന്മനസ്സും നന്മയും സമാധാനവും ആദ്യമായിട്ട് നമ്മൾ അനുഭവിക്കേണ്ടത്. അതുവഴി തീർച്ചയായിട്ടും ഈ ദൈവസ്തുതികളെ, അത്യുന്നതങ്ങളിലുള്ള ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന സ്തുതിയും ആരാധനയും പൂർണ്ണമാവുകയും ചെയ്യും. യഥാർത്ഥ ക്രൈസ്തവ ജീവിതത്തിന്റെ അന്തസത്ത അതാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ നമുക്ക് തൻ്റെ മനുഷ്യ അവതാരത്തിലൂടെ, മനുഷ്യ ജനനത്തിലൂടെ കൈവരിച്ച ഈ സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഓരോരുത്തരും അത് കണ്ടെത്തി അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട്, മെച്ചപ്പെടുത്തുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ബെത്ലഹേമിലെ പുൽക്കൂട്ടിൽ ജനിച്ച ഉണ്ണീശോയുടെ അനുഗ്രഹം ധാരാളമായിട്ട് നാം ഓരോരുത്തർക്കും, നമ്മുടെ ഇടവയ്ക്ക് മുഴുവനും, നമ്മുടെ അതിരൂപതയ്ക്ക് പൂർണ്ണമായും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് നിങ്ങളുടെ ഓരോ നിയോഗങ്ങളും നിങ്ങൾ പുൽക്കൂട്ടിൽ സമർപ്പിക്കുമ്പോൾ നമ്മുടെ അതിരൂപതയിൽ നിങ്ങൾക്കറിയാം, നമ്മൾ 6 സംസ്ഥാനങ്ങളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുക. നമ്മൾ രൂപതയായി, അതിരൂപതയായപ്പോൾ നമ്മുടെ ചിന്തയുടെ തന്നെ അതിർവരമ്പുകളെ ഈ തലസ്ഥാന നഗരിക്ക് പുറത്തേക്ക് പോകുവാനായിട്ടുള്ള രീതിയിൽ നമ്മൾ പരിശ്രമിക്കണം. നമുക്ക് 6 സംസ്ഥാനങ്ങളിലുണ്ട്. അതിൽ പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയാനുള്ളത് പഞ്ചാബിലെ നമ്മുടെ വിശ്വാസ സമൂഹത്തെ പറ്റിയാണ്. അവർ വിശ്വാസത്തിലേക്ക് വന്നിട്ട് അധികം നാളായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ നമ്മുടെ പ്രാർത്ഥനയും സഹായ സഹകരണങ്ങളും ആവശ്യമുണ്ട്. ഈ അവസരത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ അതിരൂപതയിലെ എല്ലാവർക്കും, നമ്മുടെ മിഷൻ പ്രദേശങ്ങളിലുള്ളവർക്കും ക്രിസ്മസിന്റെ പ്രത്യേകമായിട്ടുള്ള ആശംസകള്, മംഗളങ്ങള് നേരുന്നു. ഈശോ നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. രാത്രി രാത്രി ജഗരാത്രി രാജാധിരാജൻ പിറന്ന രാത്രി. ദുഃഖങ്ങളെല്ലാം അകലുന്ന രാത്രി.
തുടി താരാപകങ്ങളുയരും വരാപ്പി മഞ്ഞു പെയ്യുമിരാത്രി സുഖീയരാത്രി Gloria, 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 Gloria in excelsis Deo. ക്ലാസ്സിലെ 25 ദിവസവും ഈ വന്ന കുട്ടികൾക്കാണ് എത്രയും വേഗം അവരെ മുമ്പോട്ട് ലൈന പാവ പേര് വിളിക്കുന്ന അനുസരിച്ച്. മഡോണ തോമസ്, വേഗം അവിടെ ലൈന പാവ. ഏബൽ വിവച്ചൻ, ക്രിസ്റ്റോം തോമസ്, ക്രിസ്റ്റീന ബ്രിട്ടോ, ഓസ്റ്റിൻ പോൾ അജിത്, എലിനോർ സെറിൽ, റാൻ തോമസ്, അകാൻഷ അജിത്, ആയില ജോഷി, ദിപിൻ, ജോസ്ലിൻ മേരി, Trisha Devi, Esra, Asa Maria Jemon, Christine Lijo, Isabel Sil, Maria Rose Lijo, Elder Ebi, Noel Libin, Christy Brito, Yvonne Lijo, Rania Wilson, Alan Chaco, Saya Aaron, Febe. നമ്മുടെ കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റിന്റെ പേരിൽ മിഷൻ ട്രീ പുറത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരും മിഷൻ ട്രീയിൽ പങ്കെടുത്ത് പോകണമെന്ന് കാര്യം ഓർമ്മിക്കുന്നു. അവരെ പ്രോത്സാഹിപ്പിക്കണം. മിഷൻ കൂപ്പണുകൾ എടുത്ത് അവരുടെ ക്രിസ്മസ് ട്രീയെ വിജയിപ്പിച്ച് ക്രിസ്മസ് ട്രീയിൽ നിന്നുള്ള സമ്മാനങ്ങൾ എല്ലാവരും വാങ്ങണമെന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്മസ് ട്രീയിൽ കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റ് കൂപ്പണുകൾ നൽകും. അതെടുത്ത് എല്ലാവരും അതിൽ നിന്ന് സമ്മാനങ്ങൾ, ക്രിസ്മസ് സമ്മാനങ്ങൾ എല്ലാവരും സ്വന്തമാക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കോമ്പറ്റീഷനായിട്ട് പങ്കെടുത്ത കുട്ടികളുടെ പേരാണ് KG to 3. എല്ലാവരുടെയും പേര് വിളിക്കുന്നത്. നിങ്ങൾ മുൻപിലേക്ക് എല്ലാ കുട്ടികളും എത്രയും പെട്ടെന്ന് കടന്നു വരണം. ഇവാൻ ജോർജ് സോണി, എയ്ഡൻ എബി ജോസഫ്, ക്രിസ്റ്റോം തോമസ്, എൽനോ ആക്സിൽ, അമയ ലൈജു, റോഷൻ രാഹുൽ, ഇവാൻ ആശിഷ്, ഡാരൻ തോമസ്, ക്രിസ്റ്റീന ബിട്ടോ, ഏബൽ ദീപച്ചൻ. ഈ കാറ്റഗറിയിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് എൽനോ ആൻഡ് സിറിൽ. ഫസ്റ്റ് പ്രൈസ് എൽനോ ആൻഡ് സിറിൽ. സെക്കൻഡ് പ്രൈസ് അമയ ലൈജു.
അമ്മയെ നയിച്ചു. Category 4 to 7. Titus, Ivan Maria, David Joseph, Elsa Maria. First prize, Christy Mary Rijo. Christy Mary Rijo. First prize, Christy Maria Rijo. Christy Maria Rijo. Second prize, Dibin Joseph. Dibin Joseph. First prize winner, Christy Maria Rijo and Dibin Joseph. Class 8 to 12. First prize, Isabel and Cyril. Second prize, Abel Abel Joseph. Abel Abel Joseph. And participants, Alan Georgie, Andrea Anil, Maria Rose Rijo. Star making competition. First prize, Unit 8. Unit 8 സ്റ്റാർ കോമ്പറ്റീഷൻ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവരും കടന്നു വരിക. First prize, Unit 8. Second prize, Unit 1. Second prize, Unit 1 എല്ലാവരും കടന്നു വരിക. Second prize, Unit 1 and third prize, Unit 11. Unit 11 കടന്നു വരിക എല്ലാവരും. യൂണിറ്റ് 1ന്റെ പ്രതിനിധികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം കടന്നു വരും. യൂണിറ്റ് 1ന്റെ പ്രതിനിധികൾ യൂണിറ്റ് 1ൽ നിന്ന് ആരെങ്കിലും യൂണിറ്റ് 1ന്റെ പ്രസിഡന്റ് വരുന്നു. യൂണിറ്റ് 1നാണ് സെക്കൻഡ് പ്രൈസ്. അടുത്ത യൂണിറ്റ് 11ന്റെ പ്രസിഡന്റും സ്റ്റാർ കോമ്പറ്റീഷൻ പങ്കെടുത്തവരും വേഗം വരിക. യൂണിറ്റ് 11. അടുത്ത നമ്മൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഫലം പ്രഖ്യാപിച്ചതാണ്. എങ്കിലും കരോൾ സിംഗിങ് കോമ്പറ്റീഷന്റെ 5000 രൂപയും അതിന്റെ ട്രോഫിയുമാണ് ഒന്നാം സമ്മാനം. 3000 രൂപയും ട്രോഫിയുമാണ് രണ്ടാം സമ്മാനം. തേർഡ് പ്രൈസ് 2 പേർക്ക് 1000 രൂപ വീതമാണ്. സമ്മാനങ്ങൾ അനൗൺസ് ചെയ്യാണ്.
carol singing competition first prize unit 8. Unit 8 എല്ലാവരും കൂടെ വരിക. second prize unit 11 ready ആവുക. unit 8. അടുത്ത യൂണിറ്റ് 11. യൂണിറ്റ് 11 അംഗങ്ങൾ എല്ലാവരും കടന്നു വരിക. unit 11. അതിനുശേഷം യൂണിറ്റ് 1, യൂണിറ്റ് 9. തേർഡ് പ്രൈസ് യൂണിറ്റ് 1, 9. യൂണിറ്റ് 9ലെയും യൂണിറ്റ് 1ലെ അംഗങ്ങൾ, തേർഡ് പ്രൈസിന് അർഹമായ യൂണിറ്റ് 9ലെയും യൂണിറ്റ് 1ലെ അംഗങ്ങൾ ഇത്രയും പേര് നടന്നില്ല. യൂണിറ്റ് 9 യൂണിറ്റ് 9 unit 9 നിന്ന് ആരെങ്കിലും യൂണിറ്റ് 9 നല്ലൊരു ഗൈഡ് കൊടുക്കുക. അടുത്ത യൂണിറ്റ് 1 യൂണിറ്റ് 1 യൂണിറ്റ് 1 പങ്കെടുത്തവർ നമ്മുടെ അതിരൂപതയുടെ ചരിത്രം മാതൃകയിൽ നടത്തിയ ചരിത്രം ഉണ്ടാക്കുന്നതിനായിട്ടുള്ള ഒരു വീഡിയോ പ്രസന്റേഷന് നമ്മുടെ ഇടവകയിൽ നിന്ന് പങ്കെടുത്ത ആളാണ് അതിരൂപത തലത്തിൽ 1ാം സമ്മാനം അർഹയായ നമ്മുടെ പ്രിയപ്പെട്ട ദീപാഷിക്കോയ്ക്ക് ഇപ്പോൾ പിതാവ് സമ്മാനം കൊടുക്കുകയാണ്. നമ്മുടെ അതിരൂപതയുടെ ചരിത്രം വീഡിയോ രൂപത്തിലാക്കി രൂപത തലത്തിൽ 1ാം സമ്മാനം മാതൃകയിൽ നമ്മൾ ക്രിസ്മസിന്റെ കേക്ക് കട്ട് ചെയ്ത് നമ്മൾ മധുരം പങ്കുവയ്ക്കുകയാണ്. പുറത്ത് എല്ലാവർക്കും കേക്കും കോഫി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്ത് We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. നമുക്ക് പിതാവ് നമുക്ക് എല്ലാവർക്കും സമ്മാനം തന്നു. നമ്മുടെ ഇടവകയുടെ ഒരു ചെറിയ സമ്മാനം അഭിയന്റെ പിതാവിന് ഇപ്പോൾ പ്രിയപ്പെട്ട കൈകാരന്മാര് ചേർന്ന് നൽകുകയാണ്. ഇന്ന് ഇവിടെ വരുവാനും നമ്മളോട് ബലിയർപ്പിച്ച് നമ്മളോട് വലിയ സ്നേഹം പ്രകടിപ്പിക്കുവാനും പിതാവ് മനസ്സായി. പിതാവ് നമ്മുടെ ഇടവ കൂട്ടായ്മയുടെ മുഴുവൻ പേരുള്ള എല്ലാവിധ കടപ്പാടും നന്ദിയും നിങ്ങൾ എല്ലാവരുടെയും പേര് അറിയിക്കുകയാണ്. നല്ലൊരു കയ്യടിയോടുകൂടെ പിതാവിനെ നമുക്ക് നന്ദി. നല്ലൊരു കയ്യടിയോട് പിതാവിന് നന്ദി പറയാം. എല്ലാവർക്കും പ്രത്യേകം നന്ദി. ഒരു ടീമിന് കൂടി നന്ദി പറയുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന ഏഷ്യാൻ ന്യൂസിലുള്ള അമൃതയും ക്യാമറമാൻ നമ്മോടൊപ്പം ഉണ്ട്. നമ്മുടെ ഈ പ്രോഗ്രാമുകളാണ് ഡൽഹിയിലെ നമ്മുടെ ഏറ്റവും വലിയ ക്രിസ്മസ് ക്ലിപ്പും പുൽകൂടും നമ്മുടെ ട്രീം ഒക്കെയാണ് നാളെ ഒരു ഏഷ്യാൻ ന്യൂസ് എയർ ചെയ്യുന്നത്. അവരുടെ ഈ പ്രത്യേക നന്ദിയോടെ ഓർക്കുന്നു. അതിന് പിതാവിന്റെ ഒരു അഭിമുഖം എടുത്തതിന് ശേഷം അവർ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ താങ്ക് യു. ക്രിസ്മസ് പ്രമാണിച്ച് ഡൽഹിയിലെ സീറോ മലബാർ അതിരൂപതയായ ഫരീദാബാദിൽ നിന്ന് എല്ലാ വിശ്വാസികൾക്കും ഡൽഹിയിലും പരിസരത്തുമുള്ള എല്ലാവർക്കും ക്രിസ്മസിൻ്റെ സന്തോഷവും സമാധാനവും ആശംസിക്കുകയാണ്. ഒരു മതേതര രാഷ്ട്രമായ ഇന്ത്യയിലെ എല്ലാവർക്കും ഈ ക്രിസ്മസിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ പാലിക്കുവാനും യേശുവിൻ്റെ മനുഷ്യാവതാരം വഴി നമുക്ക് കരഗതമായിട്ടുള്ള സന്തോഷവും സമാധാനവും അനുഭവിക്കുവാനും സാധിക്കട്ടെ എന്നാണ് എൻ്റെ ആശംസ. യേശുവിലുള്ള അടിയുറച്ച വിശ്വാസം കൊണ്ട് ക്രൈസ്തവ സമൂഹമാകെ ഭാരതത്തിന് വലിയ സാക്ഷ്യമാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഞാൻ ആശംസിക്കുന്നു. CBSE ആശങ്ക ഇങ്ങനെയുള്ള സംഭവങ്ങൾ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങളെ നമ്മൾ പൊതുവായിട്ട് കണ്ട് ഇന്ത്യയിൽ എല്ലായിടത്തും ഇങ്ങനെയുള്ള അക്രമങ്ങൾ ഉണ്ട് എന്ന് സ്ഥാപിക്കാനായിട്ടുള്ള ശ്രമം ചില ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ
ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും പൊതുവെ ഇന്ത്യയിൽ എല്ലായിടത്തും തന്നെ ശാന്തമായിട്ട് കരോൾ സംഘങ്ങൾ പാടുകയും പാതിര കുർബാന നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള വസ്തുത നമ്മൾ മറക്കരുത്. നമ്മുടെ ഭാരതത്തിലെ പൊതുവെ മതേതര രാഷ്ട്രമായ ഇന്ത്യയിൽ പൊതുവെ എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടേതായ രീതിയിൽ മത ആചാരങ്ങൾ അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ ഈ അവസരത്തിൽ അനുസ്മരിക്കേണ്ടതാണ്. ഏതെങ്കിലും രീതിയിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും വിഭാഗീയതയുടെ പേരിൽ മതവിവേചനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. ഇങ്ങനെയുള്ള അക്രമ സംഭവങ്ങൾ നമ്മുടെ രാഷ്ട്രത്തിൽ ഒട്ടും ഒരു ഭൂഷണമായിട്ട് ഞാൻ കാണുന്നില്ല. അവയെ നിയമപരമായിട്ട് തന്നെ കൈകാര്യം ചെയ്യുകയും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ഇവിടെ എൻ്റെ രൂപതയിൽ, ഫരീദാബാദ് അതിരൂപതയിൽ എല്ലാ പള്ളികളിലും വളരെ ശാന്തമായിട്ട് ക്രിസ്മസിൻ്റെ ആഘോഷവും ഇന്നത്തെ ലാഡോസറായി ലിറ്റിൽ ഫ്ലവർ ചർച്ചിലാണ്. അതുപോലെ നമ്മുടെ അതിരൂപതയുടെ കീഴിലുള്ള മറ്റ് പള്ളികളിലും വളരെ സമാധാനപരമായിട്ട് ക്രിസ്മസ് ആഘോഷിക്കാനും കരോൾ സംഘങ്ങളുടെ സംഘങ്ങളുടെ പരിപാടികൾ നടത്താൻ സാധിച്ചു എന്നുള്ളതിന് ഞാൻ പ്രത്യേക ദൈവത്തിന് നന്ദി പറയുക. തിരുസ്നേഹരാവി സുവിശേഷമേകി ഇളകുന്ന യോർദാൻ നിലാവേ, മനുജന്റെ മനസ്സിൽ പരിതാപമെല്ലാം ദാവീദിൻ മകനോട് പറയൂ. ഈറൻ കനിവ ഈശോ മിശിഹ ഒലിവിൻ്റെ കൈരിൽ ഉറങ്ങുന്ന നേരം അരികത്തു നിന്നോട്ടെ ഞാനും. അമലോത്സവേ തെല്ലു നേരം ഹല്ലേലൂയ 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 തിരുബേത്ലഹേമിൽ നറുവെൺകിനാവ കുറുകുന്ന വേനൽ പിറാവേ, ഇളമഞ്ഞു പോലെ പൊഴിയുന്നു നെഞ്ചിൽ പൊരുളേറും നാഥന്റെ സ്നേഹം. ഗോലാൻ മലയിൽ അലയും കാറ്റി ഇതാ രാജരാജൻ വിളിക്കുന്നു നിന്നെ, മിഴികൊണ്ടു തഴുകുന്നു ദൈവം. മെഴുകാ
ഉരുകുന്നു പാപം